ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് പൊട്ടറ്റോ പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യം തന്നെ 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ച ഗ്രീൻ പീസ് ഒരു ചെറിയ കപ്പ്, പിന്നെ 2 സവാള നേർന്ന് ചെറുതായി അരിഞ്ഞത്, നീളത്തിൽ ചെറുതായി അരിഞ്ഞത്, പിന്നെ 5 പച്ചമുളക്, മല്ലിയില, കറിവേപ്പില. ഇത്രയാണ് ആദ്യം തന്നെ പാറ്റീസിനുള്ള മസാലയ്ക്കായിട്ട് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ആദ്യം വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു കടായി എടുക്കുക. കടായിൽ ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അത് നല്ലോണം ഒരു പച്ച മണം പോകുന്നോടം വരെ നല്ലോണം ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ആഡ് ചെയ്ത് നല്ലോണം ഉടച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ അവസാനമായിട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്ന് തണുക്കുന്നോടം വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഹാഫ് പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന മസാല ബ്രെഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നമ്മുടെ ബ്രെഡെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാറ്റീസിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു
മൂന്ന് കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്, കടലമാവ് എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കായ ആഡ് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തതിന് ശേഷം പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കടായി വയ്ക്കുക, കടായിൽ ഓയിൽ ആഡ് ചെയ്യുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബ്രെഡ് ഫില്ല് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമ്മുടെ മാവിൽ ഇതുപോലെ മുക്കി നല്ലോണം വറുത്തെടുക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോകൾ എടുത്ത് കാണുക. അതുപോലെ തന്നെ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്